ഹായ് ഓൾ, ഞാൻ ഫഹ്മീദ ഹന്ന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഈയിടെ നമ്മുടെ അടുത്ത് വന്ന ഒരു കേസിനെ കുറിച്ചിട്ട് പറയാം. ഒരു 10-11 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് ഉപ്പയും ഉമ്മയാണ്. ഇവരുടെ പരാതി എന്ന് പറയുന്നത് കുട്ടി ഭയങ്കര ദേഷ്യം കാണിക്കുന്നു, സാധനങ്ങൾ നശിപ്പിക്കുന്നു, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവരോട് സംസാരിച്ച ശേഷം ഞാൻ അവർ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിപ്പോയി. സംഭവം മറ്റൊന്നല്ല, ഈ കുട്ടിയുടെ താഴെയുള്ള സഹോദരങ്ങളോടാണ് കുട്ടിക്ക് ദേഷ്യം കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അശ്ലീല വാക്കുകൾ കുട്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരൊറ്റ വാക്ക്, ആ വാക്ക് കുട്ടി നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ കുട്ടിയായിട്ട് ഡീപ്പായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായത്, വീട്ടിലൊരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവളും ഇവളുടെ സിബ്ലിങ്സും കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും വികൃതികളൊക്കെ വരുന്ന സമയം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഗ്രാൻഡ് മദർ ആണെങ്കിലും ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും പറയുന്നത്, നീ വലുതല്ലേ, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, അല്ലെങ്കിൽ നീ അവർക്ക് കുറഞ്ഞു കൊടുക്കുക, അവർ പറയുന്നത് നീ അനുസരിക്കണം, കാരണം നീയാണ് വലിയ കുട്ടി. അപ്പോൾ നമ്മൾ വലിയ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അവരെ കമ്പയർ ചെയ്ത് അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാവുമ്പോൾ അവരിൽ അത് വലിയ രീതിയിലുള്ള ഒരു മുറിവ് തന്നെ അവരുടെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കും. സോ ഈ ഒരു പ്രയോഗം നിരന്തരം കേട്ടപ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ താഴെയുള്ള സിബ്ലിങ്സിനോട് ഒരു തരം ദേഷ്യവും വാശിയൊക്കെ കൂടി വരാനായിട്ടുള്ള സാഹചര്യം കൂടി വന്നു. അങ്ങനെ നമ്മൾ കുട്ടി അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയണേ. അപ്പോൾ അതിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ച്, വീട്ടിൽ ആരെങ്കിലും ഈ ഒരു വേർഡ് നിരന്തരം യൂസ് ചെയ്യുന്ന ആളുകളുണ്ടോ എന്നുള്ളത്. അന്നേരം ഉമ്മ പറഞ്ഞു, ഉപ്പ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, അവൾ കേൾക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒബ്സർവേഷണൽ ലേണിങ്ങിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് അവരുടെ മുതിർന്ന ആളുകൾ, വീട്ടിലുള്ള ആളുകൾ, അവരുടെ പാരൻസ്, ഇവരെയൊക്കെ നോക്കിയിട്ട് ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്. നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം, കുട്ടികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ സാരിയൊക്കെ ചുറ്റിയിട്ട് ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഉമ്മയായിട്ട് ഉപ്പയായിട്ട് ഇങ്ങനത്തെ റോളൊക്കെ എടുത്തിട്ടായിരിക്കും കുട്ടികൾ കളിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം, ഇവർ മുതിർന്ന ആളുകൾ എന്താണോ ചെയ്യുന്നത്, അവർ എന്താണോ പറയുന്നത് അത് അതേപടി കോപ്പി പേസ്റ്റാണ് ഇവർ ചെയ്യുന്നത്. സോ നമ്മളെപ്പോഴും ഒരു പാരൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളാണെങ്കിലും കുട്ടികളായിട്ട് ഇടപഴകുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് കോൺഫ്ലിക്റ്റുകളും മറ്റും വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളും കുട്ടികളുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലെ കുട്ടികൾ ഇങ്ങനെ ദേഷ്യപ്പെടാനും അവരിതുപോലുള്ള വേർഡ്സ് ഉപയോഗിക്കാനൊക്കെ സാഹചര്യങ്ങൾ കൂടുതലാണ്. സോ നമ്മളെപ്പോഴും നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ ഒരു ലവ്ലി പേരൻസ് ആവുക, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മളുടെ കുട്ടികളെടുത്ത് കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പാരൻറ്റും നല്ലൊരു സിബ്ലിങ്സും വീട്ടിലുള്ള നല്ലൊരാളുകളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ.